എൻ്റെ ജീവിതം തകർന്നു പോയതല്ലേ, എൻ്റെ ജീവിതം ഇങ്ങനെ അഭിശപ്തമായ ഒരു ജീവിതമല്ലേ, ഒന്ന് എഴുന്നേറ്റ് പോലും നിൽക്കാനാവാത്ത എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ഇനിയുള്ളത്? അങ്ങനെ ഒന്നും ചിന്തിക്കാതെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലേക്കും പ്രത്യാശ ഒഴുക്കുന്ന ഒരു പ്രത്യാശയുടെ തിരിവട്ടമായി അദ്ദേഹം മാറാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന് പോയി ചെറുപ്പകാലങ്ങളിൽ ഇരുന്ന എൻ്റെ വേദനകളെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതുപോലുള്ള ജന്മങ്ങളാണ് വലിയ വിശുദ്ധ ജന്മങ്ങളായി മാറാനുള്ളത്. അതുകൊണ്ട് നമുക്ക് എണ്ണേണ്ടത് എൻ്റെ ജന്മത്തിൻ്റെ കോട്ടങ്ങളെക്കുറിച്ചല്ല, എൻ്റെ ജന്മത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചല്ല, എൻ്റെ ജന്മത്തിൻ്റെ പരാതികളെക്കുറിച്ചല്ല. ദൈവം എനിക്ക് തന്ന ഈ ജന്മത്തെയോർത്ത് ദൈവത്തിന് നന്ദി പറയാനും ആ ജന്മം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കരുപ്പിടിപ്പിക്കാനും കഴിയുമ്പോഴാണ് വിശുദ്ധ